അപമാനം വരുത്തി ഈ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു നിമിഷത്തെ ദുഃഖത്തിന് കാരണമാകുന്നു, എന്നാൽ അപമാനം ഒരാളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ദുഃഖം കൊണ്ടുവരുന്നു. ചാണക്യൻ 1. അതിജീവനത്തേക്കാൾ പ്രധാനമാണ് ബഹുമാനത്തോടെ ജീവിക്കുന്നത്. ഈ ഉദ്ധരണി ജീവനോടെ തുടരുന്നതിനേക്കാൾ സമഗ്രമായ ജീവിതത്തിന് മുൻഗണന നൽകുന്നു. ലജ്ജ നിറഞ്ഞ ജീവിതം കഷ്ടിച്ച് ജീവിക്കാൻ യോഗ്യമല്ലാത്ത ഒരു ജീവിതമാണെന്ന് അത് ഊന്നിപ്പറയുന്നു. 2. അപമാനം ഒരു നിരന്തരമായ ഭാരമാണ്. മാന്യമല്ലാത്ത പ്രവർത്തനങ്ങളുടെ ദീർഘകാല ആഘാതം ഉദ്ധരണി ഉയർത്തിക്കാട്ടുന്നു. മരണം ഒരു നിമിഷം ദുഃഖം കൊണ്ടുവരുമ്പോൾ അപമാനം നിരന്തരമായ വേദനയും കഷ്ടപ്പാടും നൽകുന്നു. 3. നിങ്ങളുടെ മൂല്യങ്ങൾക്കായി നിലകൊള്ളാനുള്ള ധൈര്യം. നിങ്ങളുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വെല്ലുവിളികളും സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളും നേരിടാൻ ഉദ്ധരണി പ്രോത്സാഹിപ്പിക്കുന്നു. ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചുനിൽക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. 4. സമഗ്രതയോടെ ജീവിക്കുന്നത് ശക്തി നൽകുന്നു. അന്തസ്സോടെ ജീവിക്കുന്നത് ആന്തരിക ശക്തിയും ആത്മാഭിമാനവും നൽകുന്നു എന്ന ആശയമാണ് ഉദ്ധരണിയിൽ ഉള്ളത്. ഈ ആന്തരിക പ്രതിരോധം പ്രയാസകരമായ സാഹചര്യങ്ങളിൽ സ്ഥിരോത്സാഹം വർദ്ധിപ്പിക്കും. 5. പൈതൃകവും പ്രചോദനവും. ഈ ഉദ്ധരണി സൂചിപ്പിക്കുന്നത് സമഗ്രമായ ഒരു ജീവിതം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നല്ല സ്വാധീനം ചെലുത്തും. മറ്റുള്ളവരെ ബഹുമാനത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. അധിക പരിഗണനകൾ. ഈ ഉദ്ധരണി അശ്രദ്ധമായ പെരുമാറ്റത്തിന് വേണ്ടി വാദിക്കുന്നതായി വ്യാഖ്യാനിക്കരുത്. നിങ്ങളുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനെക്കുറിച്ചാണ് ഇത്. ജീവനും ബഹുമാനവും സംരക്ഷിക്കുന്ന ഒരു പരിഹാരം കണ്ടെത്തുന്നത് സാധ്യമാകുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങളുടെ സമഗ്രത ത്യജിക്കുന്നതിന് മുമ്പ് ഉദ്ധരണി വിമർശനാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നു. സന്ദർഭം പ്രധാനമാണ്. അപമാനം എന്നതിൻ്റെ അർത്ഥം സംസ്കാരത്തെയും സാഹചര്യത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. ഗംഗാനദിയിലെ തിരക്കേറിയ പട്ടുഗ്രാമത്തിൽ രവിയും ഭാര്യമായും എന്ന ദയാലുവായ ഒരു നെയ്ത്തുകാരൻ താമസിച്ചിരുന്നു. അതിമനോഹരമായ സാരികൾക്ക് പേരുകേട്ട മായയുടെ സൃഷ്ടികൾ എല്ലാ സ്ത്രീകളെയും അസൂയപ്പെടുത്തുന്നവയായിരുന്നു. ഒരു ദിവസം ആഡംബരഭരിതനായ ഒരു രാജാവ് തൻ്റെ കാവൽക്കാരെ അയച്ചു. മായ തനിക്ക് മറ്റേതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സാരി നെയ്യാൻ ആവശ്യപ്പെട്ടു. നിരസിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി. ഡിസൈനുകൾ മോഷ്ടിക്കുന്നതിലുള്ള രാജയുടെ പ്രശസ്തി കീറിപ്പറിഞ്ഞ മായയ്ക്ക് അറിയാമായിരുന്നു. അവൾ അനുസരിച്ചാൽ അവളുടെ ജോലി മറ്റൊരാളുടേതായി കടന്നുപോകും, അത് നാണക്കേടുണ്ടാക്കും. എന്നിരുന്നാലും നിരസിക്കുന്നത് പ്രവാസമോ മോശമോ ആയിരിക്കാം. ധർമ്മസങ്കടത്താൽ തളർന്നുപോയ മായ രവിയോട് തുറന്നു പറഞ്ഞു. സൗമ്യനായ രവി ആദ്യം മായയോട് അനുസരിക്കാൻ അപേക്ഷിച്ചു. എന്നാൽ അവളുടെ കണ്ണുകളിലെ വേദന കണ്ടപ്പോൾ അവൻ തൻ്റെ പൂർവികരുടെ പുരാതന പഠിപ്പിക്കലുകൾ ഓർത്തു. കനത്ത ഹൃദയത്തോടെ അവൻ പറഞ്ഞു, എൻ്റെ സ്നേഹം, ജീവിതം ക്ഷണികമാണ്, പക്ഷേ ബഹുമാനം നിലനിൽക്കും. അപമാനം നിറഞ്ഞ ജീവിതം നയിക്കുന്നതിനേക്കാൾ അറിയാത്തതിനെ തല ഉയർത്തി നേരിടുന്നതാണ് നല്ലത്. പ്രചോദനം ഉൾക്കൊണ്ട് മായ ഒരു പദ്ധതി തയ്യാറാക്കി. അവൾ ഇതുവരെ സൃഷ്ടിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഗംഭീരമായ ഒരു സാരി വളരെ സൂക്ഷ്മമായി നെയ്തു. എന്നാൽ രാജാവ് ആഗ്രഹിച്ച വർണ്ണശബളമായ നിറങ്ങൾക്കുപകരം അവൾ ഒരു വെളുത്ത നൂൽ ഉപയോഗിച്ചു. രാജാവ് പ്ലെയിൻ സാരി കണ്ടപ്പോൾ അവിശ്വാസം രോഷമായി മാറി. ഇരുവരെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അയാൾ അലറി. മയങ്ങാതെ മായ സംസാരിച്ചു. മഹാനെ, ഇത് വെറുമൊരു തുണിയല്ല, സത്യത്തിൻ്റെ ഒരു തൂവാലയാണ്. ഈ ഡിസൈൻ നിങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നതിലൂടെ നിങ്ങൾ നെയ്ത നുണയാണ് ഓരോ വെള്ളനൂലും പ്രതിനിധീകരിക്കുന്നത്. യഥാർത്ഥ സൗന്ദര്യം മോഷ്ടിച്ച നിറങ്ങളില്ല, മറിച്ച് കലാകാരൻ്റെ സമഗ്രതയിലാണ്. കോടതി നിശബ്ദതയിൽ സ്തംഭിച്ചു. അത്തരം സത്യസന്ധതയ്ക്ക് ശീലമില്ലാത്ത രാജാവ് ഒന്നും മിണ്ടാതെ പോയി. നാണം അവൻ്റെ മുഖം തുടുത്തു. മായയുടെ ധൈര്യവും രാജയുടെ അപമാനവും കാട്ടുതീ പോലെ പടർന്നു. താമസിയാതെ വെളുത്ത സാരി ചൂഷണത്തിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായി മാറി. യഥാർത്ഥ മൂല്യം മോഷ്ടിച്ച മഹത്വമല്ല, സമഗ്രതയിലാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.